മൂത്രം ഒഴിക്കുമ്പോഴുള്ളൊരു വേദന, മൂത്രം മുഴുവനായിട്ട് പോയിട്ടില്ലെന്ന് തോന്നുക, വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക, മൂത്രം ഒഴിച്ച് തുടങ്ങുമ്പം തന്നെ നല്ലൊരു സമയം എടുക്കുക, മൂത്രം ഒഴിച്ച് കഴിയുന്ന സമയത്ത് കത്തുന്ന പോലുള്ളൊരു വേദനയും ചൂടും അനുഭവപ്പെടുക. ഇത് യൂറിനറി ഇൻഫെക്ഷൻ മാത്രമാണോ? നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് BPH, അതായത് ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേഷ്യ, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം. ഞാൻ ഡോക്ടർ ഉണ്ണിമായ, നാച്ചുറോപ്പതി ഫിസിഷ്യനാണ്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇത് യൂറിനറി ഇൻഫെക്ഷൻ മാത്രമല്ല, ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങളും ആവാം. അപ്പം എന്തൊക്കെയാണ് മറ്റ് ലക്ഷണങ്ങളെന്ന് നോക്കാം. അടിവയറ് വേദന, വൃഷണങ്ങളിലുള്ള വേദന, ഭാരം അനുഭവപ്പെടുക, ക്ഷീണം തോന്നുക, മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഉദ്ധാരണക്കുറവ്, സ്ഖലന സമയത്തുണ്ടാകുന്ന വേദന. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എൻലാർജ് ആവുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കുറയുകയും നാഡീവ്യവസ്ഥയ്ക്ക് സമ്മർദ്ദം കൂടുകയും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് സ്ഖലന സമയത്തുണ്ടാകുന്ന വേദന, ഉദ്ധാരണശേഷി കുറവ്, ലൈംഗിക അസ്വസ്ഥത ഉണ്ടാവുന്നത്. ഇനി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്മെൻറ്റ് ഉണ്ടാവുന്നത് എന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, പ്രായം കൂടുന്നതിനനുസരിച്ച്, അതായത് ഒരു 40 വയസ്സിന് മുകളിൽ ഏജ് ആവുന്ന സമയത്ത് ഈസ്ട്രോജൻ്റെ അളവ് കൂടുകയും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം ഹോർമോണൽ ചേഞ്ചസ് ആണ്. അതായത് ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊലാക്റ്റിൻ, ഇൻസുലിൻ തുടങ്ങിയ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എൻലാർജ് ആവാൻ കാരണമാവുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം അമിതവണ്ണം. നാലാമത്തെ കാര്യം കോൺസ്റ്റിപ്പേഷൻ. അഞ്ചാമത്തെ കാര്യം, അതായത് ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, അതായത് എൻലാർജ് ആവാൻ കാരണമാവുന്നുണ്ട്. കാരണം പെൽവിക് സർക്കുലേഷൻ കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വ്യായാമക്കുറവ്, ആൽക്കഹോള്, സ്മോക്കിംഗ് എല്ലാം ഇതിനൊരു കാരണമാണ്. ലൈംഗിക ക്രമക്കേടുകൾ, അതായത് ലോ ലിബിഡോ, ഇറക്ഷൻ, ഇജാക്കുലേഷൻ ഒക്കെ ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണങ്ങളാണ്. ഇനി നമുക്കിതെങ്ങനെ പരിഹരിക്കാൻ നോക്കാം. ഡെയിലി 45 മിനിറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യുക. നന്നായിട്ട് രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുക, ബനാന കഴിക്കുക. അതേപോലെ നമ്മൾ ഉലുവ കുതിർത്ത വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. രാത്രി ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബന്ധം, കോൺസ്റ്റിപ്പേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം കറുത്ത എള്ള്. കറുത്ത എള്ള് നന്നായിട്ട് ചൂടാക്കി പൊടിച്ച് 1 ടേബിൾ സ്പൂണ് ചെറുതേനിൻ്റെ കൂടെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹോർമോണൽ ബാലൻസ് കൂട്ടാനും ഇറക്ഷൻ ക്വാളിറ്റി കൂട്ടാനും വീക്ക്നെസ് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ബനാന. ബനാനയ്ക്കകത്ത് പൊട്ടാസ്യവും ഫൈബറും കൂടുതലാണ്. ഇത് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും ബ്ലാഡറിൻ്റെ മസിൽസ് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് പംകിൻ സീഡ്സ്. പംകിൻ സീഡ്സ് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ എൻലാർജ്മെൻറ്റ് കുറയ്ക്കാനും സിങ്ക് കണ്ടൻറ്റ് കൂടുതലുള്ളതിനാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഹെൽത്ത് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. ഇത് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ യൂറിൻ ഫ്ലോ കൂട്ടാനും മൂത്രം ഒഴിക്കുന്ന ടെൻഡൻസി, അതായത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ളൊരു ടെൻഡൻസി കുറയ്ക്കാനും കാരണമാവുന്നുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം കുടിച്ച് മൂത്രം ഒഴിച്ചതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോവുക. കാരണം ആ സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ളൊരു ടെൻഡൻസി, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, വെള്ളം കുടിക്കുക, എന്താ പറയുക, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ധാരണശേഷി കുറവും അല്ലെങ്കിൽ നിങ്ങളുടെ സമയക്കുറവും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടുത്ത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.